ഫ്രണ്ട്സ്, എൻ്റെ തുണികളെല്ലാം കിട്ടി. ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. എൻ്റെ കൂട്ടത്തിൽ എൻ്റെ പേഴ്സും കിട്ടി. പേഴ്സിനകത്ത് എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ കുറച്ച് ചില്ലറ പേഴ്സും എൻ്റെ ക്ലിപ്പും. മൈ ഫേവറേറ്റ് ക്ലിപ്പാണ്, കാണിച്ചു തരാറ്. ഒരു തുണിക്കടത്തുള്ള തുണികളുണ്ട് കേട്ടോ. മൈ ഫേവറേറ്റ് ക്ലിപ്പ്. സാധനങ്ങളൊന്നും ഞാൻ സൂക്ഷിക്കാറില്ല, അതുകൊണ്ടായിരിക്കും എവിടെയെങ്കിലുമൊക്കെ എടുത്തിട്ടുണ്ട് പോകുന്നത്. ഇതിപ്പോൾ ഏട്ടൻ വെളിയിൽ പ്രാവിന് തീറ്റ കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടയ്ക്ക് കൂടെ വെച്ച് തന്നെ ഇതെല്ലാം മടക്കി മാറ്റണം. എന്നിട്ട് നമ്മൾ ഓരോരോ തുണികളായിട്ട് മടക്കി മാറ്റണം, കാണിച്ചു തരാം കേട്ടോ. അപ്പം മടക്കി എങ്ങനെ തീരുമെന്നുള്ള ഐഡിയ ഇല്ല. ഇതെന്താ കിട്ടുന്നത്? ഇതെൻ്റെ ജീൻസിൻ്റെ ടോപ്പാണ്. ഞാൻ ഓരോ വീഡിയോ ചെയ്യുമ്പോഴും ബനിയൻ മാത്രം ഇട്ടാണ് ചെയ്യുന്നത്. ഞാൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കും എൻ്റെ ടോപ്പുകളൊന്നും ഇല്ല എന്നും പറഞ്ഞ് ഏട്ടൻ്റെ അടുത്ത് എപ്പോഴും വഴക്കാണ്. ആ ഫാനിങ്ങനെ നിർത്തും, ഫാനൊക്കെ ക്ലോസ് ആക്കിയിട്ട് നിർത്തി. ടോപ്പുകൾക്ക് എണ്ണം തുടങ്ങിയാണ്. ടോപ്പുകൾക്ക് എണ്ണം താഴ്ന്നില്ല. രണ്ടാമത്തെ ടോപ്പ് മടക്കി മാറ്റാൻ പറ്റുമെന്നാണ് എന്നോട് വിശ്വാസം. എനിക്ക് മടക്കാനൊന്നും അറിഞ്ഞുകൂടാ, അറിയാവുന്ന രീതിയിലൊക്കെ മടക്കി മാറ്റാം. ഇത് മൊത്തം മറക്കിങ്ങാണ് ഇപ്പോൾ. ഇനി ഒരു ടോപ്പ് ആനിയുടെ വീട്ടിൽ കിടപ്പുണ്ട്, അത് എടുക്കണം. ഭയങ്കര ഹാപ്പിയാണ് ഇന്ന്. നല്ല മഴയാണ് വെളിയിൽ. രാവിലെ ചായ ഇവിടെയെല്ലാം കഴിഞ്ഞു. കാപ്പിയൊന്നും ഉണ്ടാക്കാൻ നിന്നില്ല. അതിനിടയിൽ കൂടെ തുണി അലക്കൽ കഴിഞ്ഞു. അടുത്ത ടോപ്പ് എന്തിന് പറയണമെന്നൊന്നും അറിയില്ല. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ ടോപ്പുകൾ കിട്ടിയത്. ടോപ്പുകളെല്ലാം ഉണ്ട്. ഇനി എന്നെ മാത്രം എടുത്താൽ മതി, ഇതൊന്നും എടുക്കണ്ട. ഇത് ഏട്ടായുടെ മുണ്ടാണ് കേട്ടോ. ഇത് ഞാൻ തലയിൽ തേക്കാൻ ചെമ്പരത്തി താളി അത് ഇതൊക്കെ എടുക്കുമ്പോൾ ഏട്ടൻ എനിക്ക് തന്ന മുണ്ടാണ് വലിച്ചെറി എടുക്കാൻ. കേട്ടല്ല, പകുതി മുക്കൾ ഞാൻ കീറി മാറ്റി. സമയത്ത് ഈ സാധനങ്ങളൊന്നും എൻ്റെ കൈ കിട്ടത്തില്ല. പിന്നെ എൻ്റെ നെറ്റിൻ്റെ ഷോളുകളാണ് ഞാൻ പിന്നെ അരിച്ച് പറക്കിയൊക്കെ എടുക്കുന്നത്. ഇത് വേറൊരു ടോപ്പാണ്, ബ്ലാക്ക് കുറേ ടോപ്പുകളുണ്ട്. ഇത് ഇതെന്തോ പാടാണ്, എനിക്ക് തന്നെ അറിയാൻ രണ്ട് സൈഡിലുണ്ട്. ആ കഴിവിട്ട് പോവാറില്ല. പിന്നെ ഞാനായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തൊരു മോഡലിലൊക്കെ വെച്ചുകൊണ്ട് പോകും, അത്ര തന്നെ. ടോപ്പ് എണ്ണ നിന്നതിന് മടക്കിൽ എഴുതി കേട്ടോ നമ്മുടെ. അതുകൊണ്ട് എല്ലാം ഞാൻ പടപടാന്ന് മാറ്റി മാറ്റാം എന്ന് വിചാരിക്കുന്നു. ഞാൻ വേട്ടിരുന്ന പിന്നെ അതോടെ കിടക്കട്ടെ. ടോപ്പുകൾ മാത്രം എടുക്കാം. ഈ ടോപ്പിൻ്റെ രണ്ട് സൈഡും വിട്ടു പോയതാണ്. ഞാൻ കൈത്തയ്യൽ കൊണ്ട് തയ്ച്ചെടുത്തതാണ് കേട്ടോ ഈ ടോപ്പ്. പരീക്ഷണാർത്ഥങ്ങളാണ് എൻ്റെ കൈത്തയ്യലെല്ലാം. ചിലതൊക്കെ സക്സസ്, ചിലതൊക്കെ എന്താ പറയുന്നത്, വേണ്ടാത്ത പണിക്ക് പോകരുതും എന്ന് കണ്ടുകൊണ്ടേ പറയില്ല. അതുള്ള സ്വഭാവമാണ്. ചില ടോപ്പുകളൊക്കെ എൻ്റെ പരീക്ഷണ വസ്തുക്കളാണ്. തയ്ക്കും. ശരിയാണെന്ന് ഞാൻ അയച്ചും തയ്ച്ചിരിക്കും കേട്ടോ. എന്നാൽ എനിക്കൊരു തൃപ്തി സമാധാനം കിട്ടത്തുള്ളൂ. വേലി ഇളക്കുന്നൊക്കെ ചുമ പോലെ. പിന്നെ എൻ്റെ തുണിയുടെ പുറത്തൊക്കെ കയറി ഇരിക്കുവാണ്. ഇതിലും കൂടുതൽ തുണിയുള്ള ആൾക്കാരുണ്ടെന്നറിയാം. പക്ഷെ ഇത്രയും തുണി ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എനിക്ക് ഉണ്ടെന്ന്. ഇവിടെ ഇല്ല, ഉടുപ്പില്ലെന്നും പറഞ്ഞ് ഞാൻ അടുത്ത് ഉടുപ്പ് മേടിക്കണമെന്നും പറഞ്ഞൊക്കെ ബഹളം പറ്റുന്നില്ല. വീട്ടിൽ റീൽസൊക്കെ ചെയ്യുമ്പോൾ ഡ്രസ്സുകൾ ചേഞ്ച് ചെയ്യേണ്ടത്. ഞാനിട്ട് തന്നെ വീണ്ടും ബനിയനാണ് എൻ്റെ അടുത്തിരുന്നത്. എൻ്റെ ബനിയൻ വീട്ടിലുള്ളതാണ് എൻ്റെ അടുത്തിട്ടിട്ട് തികയാതെ വരുമ്പോൾ ഏട്ടൻ്റെ മറ്റും പാവം എനിക്ക് തരും കേട്ടോ. ചിലതിനകത്തൊക്കെ ലെഗൻസ് ഇരിപ്പുണ്ട്, പാൻറ്റൊക്കെ ഉണ്ട്. ചിലതിനകത്ത് അതും ഇല്ല. ഇപ്പം പിന്നെ ആരും സെയിം വന്നിട്ടുണ്ട് പോവാറില്ലല്ലോ. ഇന്ന ടോപ്പിന് ഇന്ന പാൻറ്റൊന്നുമില്ല. കൈ കിട്ടുന്ന പാൻറ്റ്, കൈ കിട്ടുന്ന ഷോളും. അത് ഇപ്പോഴത്തെ ട്രെൻഡ്. ഞാൻ പണ്ടും അങ്ങനെ തന്നെയാണ്. എൻ്റെ കയ്യിൽ ഏത് പാൻറ്റാണോ കിട്ടുന്നത് അത് ഞാൻ എടുത്തതും, ഏത് ഷോളാണോ അത് കൊടുക്കും. മാച്ചിങ് ആയിട്ട് നിർന്ന സ്വഭാവം എനിക്കില്ല.
ഇതൊരു ബനിയൻ്റെ ടോപ്പാണ് കേട്ടോ. നിങ്ങൾ ഇന്നേക്ക് മടക്കി മാറ്റിയ മെനക്കട തീരത്തില്ലേന്ന്. സത്യമാണ്, വെറും അഹങ്കാരിയാണ്. മടിച്ചാണ് ഓരോ ചെയ്യുന്നത്. ഒരു ലോഡ് തുണി കഴിഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. നല്ല അകത്താണ്, മഴ ആയതുകൊണ്ട് തുണികളെല്ലാം അകത്ത് വിരിച്ചിട്ടേക്കുവാണ്. നല്ല വിശാലമായിട്ട് വിരിച്ചിട്ടുണ്ട്. വെയിറ്റ്, എൻ്റെ തുണികൾ ഞാൻ കൈവിട്ടേക്കുവാണ്. അല്ല അലക്കിയിട്ടേക്കുവാണെല്ലാം. അടുത്ത ആക്കിനകത്ത് രൂപയാണ് മടക്കമുള്ളത്. നമ്മൾ ചെറിയൊരു റൂമാണ്, കുഞ്ഞു വീടാണ് കേട്ടോ. ഓടിട്ട വീടാണ് നമുക്ക്. അതിനകത്താണ് ഇതെല്ലാം അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്നത്. അതാ മടക്കട്ടെ തുണികൾ തീരുന്നില്ല എന്നുള്ളൊരവസ്ഥയാണ്. ഇനിയത് നമുക്ക് മടക്കിലോട്ട് പോവാം. അടുത്തതായിട്ട് വരുന്നത് റെഡ് കളർ ടോപ്പാണ്. അതിന് ഫാൻറ്റ് ഷോളൊന്നുമില്ല. ഞാൻ പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് ഇഷ്ടമുള്ള ഫാൻറ്റ് ഇഷ്ടമുള്ള ഷോളൊക്കെ ഇട്ടുകൊണ്ട് വരും. ഇപ്പം അതൊരു മോഡലായി മാറിയൊക്കെ ആണല്ലോ. ഓരോ ഫാൻറ്റിനും ഓരോ ടോപ്പിനും ഓരോരോ ഫാൻറ്റ്. അതിനെ കറക്റ്റായിട്ടൊന്നും ആരും ഇടാറില്ല. ഞാൻ നേരത്തെ അങ്ങനെ തന്നെയാണ് പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അത് ട്രെൻഡായി. ഞാൻ കൊണ്ടുവന്നൊന്നും ഞാൻ പറയൂല കേട്ടോ. എല്ലാവരും ഇപ്പം അങ്ങനെ ട്രെൻഡാക്കിയപ്പോൾ ഞാനും അതൊരു കൂടെ കൊണ്ട് നടക്കുന്നത് അത്ര തന്നെ. അപ്പോൾ എല്ലാം കറക്റ്റായിട്ടുണ്ടെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ. ഇഷ്ടമുള്ളതൊക്കെ ഇടാം. ഇനി നമ്മൾ അടുത്തൊരു സാരി ആയിട്ടാണ് വരുന്നത്. അതെ, ഇത് റെഡ് കളർ സാരിയാണ്. എനിക്ക് സാരി ഉടുക്കാനൊന്നും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് പിന്നെ ഞാനിത് ലാച്ചാക്കാനാണ് എൻ്റെ ഉദ്ദേശം. ഇനി ഇത് ലൈൻ തുണിയെല്ലാം മേടിച്ച് ലാച്ചയ്ക്ക് കൊടുക്കണം. ഞാൻ സ്ഥിരം കൊടുക്കുന്നിടത്ത് എനിക്ക് 500 രൂപ ആവത്തതേ ഉള്ളൂ ലൈനിങ് ഇട്ട് ലാച്ച തയ്ച്ച് വരുന്നതിന്. പക്ഷേ നല്ല എല്ലാ തുണികളും ഞാൻ അവിടെ തന്നെയാണ് കൊടുക്കുന്നത്. എൻ്റെ തുണിയായാലും പിള്ളേരുടെ തുണിയായാലും ചുരിദാറായാലും എല്ലാം ഞാൻ അവളെ കൊടുത്ത് തന്നെയാണ് തയ്പ്പിക്കുന്നത്. ഇപ്പോഴും 2 ജോഡി ചുരിദാറോട് തയ്പ്പിച്ചുള്ളൂ. പിന്നെ അടുത്തത് റെഡ് ടോപ്പ് തന്നെയാണ് വരുന്നത്. വീണ്ടും ഞാൻ പഴയ രീതി തന്നെയാണ് ഇഷ്ടമുള്ള ടോപ്പും പാൻറ്റും ഒക്കെ എടുത്തിടും. പിന്നെ ഇനി അടുത്ത ന്യൂ വീഡിയോ വരുന്നിടം വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.